നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ കരിയർ പാതയിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതെല്ലാം കറക്റ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന നല്ലൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എഫോർട്ട് എടുക്കണം. നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. അഫർമേഷൻസ് ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സറിഞ്ഞ അഫർമേഷൻസ് എഴുതിയാൽ 100% ഒരു മാസം പോലും വേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങാനെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുക. നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുക. നിങ്ങൾ ലോജിക്കിൽ നോക്കിയിരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അഫർമേഷൻസ് എഴുതുക. ഒരാൾ ഉന്തി മരം കയറ്റിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിന് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട്, മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ് മണി അഫർമേഷൻസ്. വരാഹി മന്ത്രം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കുകൾ, ശത്രുദോഷം, നിങ്ങൾക്ക് സംഭവിക്കുന്ന വലിയ വലിയ ബ്ലോക്കേജുകൾ, പെട്ടെന്ന് തന്നെ കാര്യസാധ്യം, നിങ്ങളുടെ ആഗ്രഹ സാഫല്യം, ഇതിനൊക്കെ വരാഹി മന്ത്രം 308 തവണ നിങ്ങൾ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം വരും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾ തേടുക. നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ലഭിക്കും. കറൻറ്റ് സമയം മനസ്സിലാക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളതൊന്ന് 2 പ്രാവശ്യം ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നമുക്കിവിടെ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എടുത്തുചാട്ടങ്ങളൊന്നും പാടില്ല കേട്ടോ. വളരെയധികം ചിന്തിച്ച് വളരെ സമാധാനപരമായിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ എടുത്തു ചാടി എന്ത് കാര്യം ചെയ്താലും ഇന്ന് ക്രൂശിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലംസുകളെ നേരിടേണ്ടി വരും. പിന്നെ മുന്നോട്ടേക്ക് നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം ആലോചിച്ച് സമാധാനപരമായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എടുത്തു ചാട്ടമൊന്നും ലൈഫിൽ ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇമോഷണലി നിങ്ങൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ സഡൻ ആക്ഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും അത് നല്ലതിനല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർ ഒരു പക്ഷേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലായിരിക്കാം, നല്ലൊരു ബിസിനസ് മേഖലയിൽ ഇരിക്കുന്ന വ്യക്തിയാവാം. അതുപോലെ തന്നെ കരിയർ പാതയിൽ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് കടന്നു പോകുന്നവരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വേണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്താകുമെന്ന് ചിന്തിച്ച് ഒരു 3 വട്ടം ചിന്തിച്ച് മാത്രം ഇന്നത്തെ ദിവസം കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാവുള്ളൂ. ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഇന്നൊരു വ്യക്തത ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്കൊരു സെൽഫ് പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെ കടന്നു പോകാനുള്ള ചില സാഹചര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ട ചില മാറ്റങ്ങൾ, സ്റ്റക്കായിട്ടൊക്കെ നിന്ന ചില കാര്യങ്ങളിൽ ഒരു മൂമെൻറ്റ്സ് വരുന്നുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞു പോയതോ നഷ്ടപ്പെട്ടു പോയതോ ഒക്കെ ആയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ
ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കർമ്മ ബേസിലാണ് കേട്ടോ അത്. ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ തുറന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമൊന്ന് തുറന്നു പറയാനായിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഭയപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ടാവാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആകുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, പ്രോബ്ലംസിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും, നമ്മൾ പറയാറില്ലേ, ഇതിനകത്ത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷനായി വരും. നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും, നെഗറ്റീവാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ശത്രുഭാവമാണ് ചിന്തിക്കുന്നത്, വെറുപ്പാണ് നമ്മൾ ചിന്തിക്കുന്നത്, വൈരാഗ്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു അസൂയ നിറഞ്ഞ ചില ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മളിലേക്ക് വരുന്ന എല്ലാ വ്യക്തികളും അതിനോട് സാമ്യതയുള്ളവരായിരിക്കും. നമുക്ക് ഏറ്റവും നല്ല ബന്ധങ്ങൾ പോലും നമ്മളിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളപ്പോൾ ഏത് എനർജിയിലാണോ ഇരിക്കുന്നത് അത് തന്നെയായിരിക്കും നല്ല ആളുകളിൽ നിന്ന് പോലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അവർ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്ത ചിലത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ എനർജിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് അവരിലും അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് തോട്ട്സിലൂടെ ഇല്ലാത്ത പ്രശ്നങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോബ്ലംസ് ഉണ്ടാവും. ഇവിടെ പോയാൽ അപകടം ഉണ്ടാവും, മറ്റേടത്ത് പോയാൽ സാമ്പത്തികമായിട്ട് തന്നെ പറ്റിക്കും, അവരങ്ങനെ ചെയ്യും. ആദ്യം തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഈ ലൈഫിൽ ഈ ഒരു കുറച്ച് സമയം ഇവിടെ കിടന്ന് ചുറ്റി തിരിയുമ്പം വരുന്നതും പോകുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ക്രയവിക്രയം നടത്തേണ്ടതാണ് എന്ന് ചിന്തിച്ച് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കോ. നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവുകയില്ല. ഒരു കർമ്മ ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. നിങ്ങൾ ഇമോഷണലി ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്നും, ഒന്നിലധികം വ്യക്തിബന്ധങ്ങളിൽ നിന്നും പുറത്ത് പോകണം. അവരുമായിട്ടുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട എന്നുള്ള ഒരു അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത് നല്ല പോലെ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം. എഴുതി 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 കത്തിച്ച് കളഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒരു പളുങ്കു പാത്രം പോലെ പവിത്രമാക്കി എടുത്തേ പറ്റൂ. നമ്മളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനെന്ന് മനസ്സിലാക്കുക. ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സമയമായി. അതിനു വേണ്ട ചില കാര്യങ്ങൾ, അതായത് ചിലതെല്ലാം നമ്മളൊന്ന് പുറത്ത് കളയുന്നു, ചിലത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ പറയുന്നത് പോലെ വേണ്ടാത്ത ചിലതിനെ നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ച് വേണ്ട ചില കാര്യങ്ങളെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിൽ പലരുടെ എനർജി മാറുന്നുണ്ട്. ജസ്റ്റിസ് ആണ്, ഒരു കർമ്മയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. കർമ്മ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗുഡ് കർമ്മയിലേക്കാണ് നിങ്ങൾ മാറുന്നത് കേട്ടോ. അതായത് ഒരു ബാലൻസിലേക്ക് നിങ്ങൾ വരുന്നു. ഇംബാലൻസിങ് എനർജി, കൺഫ്യൂസ്ഡ് എനർജി, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, വേണോ വേണ്ടയോ, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു. അതൊരു സ്റ്റാർ എനർജിയിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്കൊരു വലിയ പ്രാധാന്യം, നിങ്ങളൊരു എന്താ പറയുക, എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് ഉടനെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു
ബിഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമാണ് നാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അതിനെക്കുറിച്ച് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിച്ചു തുടങ്ങുമ്പം നമ്മളുടെ വിധി മാറും, നമ്മുടെ സമയം ചേഞ്ചിങ് ആകുന്നു എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലിരുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നു. അതായത് വേണ്ടാത്ത ചിലതിനെ പുറത്തേക്ക് കളയാനും വേണ്ട ചില കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗമാക്കി എടുക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നിങ്ങളുടെ സമയം ചേഞ്ച് ആയിരിക്കുന്നു. അതായത് കർമ്മയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈം ചേഞ്ച് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു പക്ഷേ കുടുംബത്തിനെ ഒന്ന് സ്റ്റേബിളാക്കണം, അത് നിലനിർത്തണം, നല്ല സ്ട്രോങ് ആക്കണം, സാമ്പത്തിക ഭദ്രതയിലേക്കൊക്കെ ഒന്ന് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എഫോർട്ട് എടുക്കേണ്ട സമയമാണ് കേട്ടോ. പേരൻസിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നവരാണെങ്കിൽ മറ്റുള്ളവരെയും കൂടി നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ വിശ്വസിച്ച് നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എഫോർട്ട് എടുക്കണം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം, ഒരു എഫോർട്ടിനുള്ള ഒരു തയ്യാറിലേക്ക് വരിക എന്ന് തന്നെയാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മളിവിടെ കാണുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചില ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. ചില ഓപ്പർച്യൂണിറ്റീസുകൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു ഇൻഡിസിഷൻ എനർജിയിലൊക്കെ നിന്നവർ, അതായത് ഒന്നിനും ഒരു തീരുമാനമെടുക്കാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാതെ നിന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് വേണം നിങ്ങൾക്കിനി, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ടി വരും. നിങ്ങളുടെ അവസ്ഥ വെച്ച് നിങ്ങൾ മാറേണ്ടി വരും, ധൈര്യത്തോടു കൂടി നിങ്ങൾ നേരിടേണ്ടി വരും. പല സ്ഥലങ്ങളിലും നമ്മൾക്കൊരു 2 ഫേസ് എനർജിയിൽ നിൽക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയും എന്നാൽ ഇമോഷണലി നല്ലൊരു അറ്റാച്ച്മെൻറ്റോട് കൂടിയും നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു പക്ഷേ നിങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ഉണ്ടാവണം. പ്ലസ് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ കണക്ഷൻസോട് കൂടി അവിടെ നല്ല രീതിയിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചില ഇടങ്ങളിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടി കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധയോടുകൂടി നിൽക്കുക. കാരണം എല്ലാം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയങ്ങൾ നമുക്ക് മോശമായിട്ട് വരും, ചില സമയങ്ങൾ നമുക്ക് നല്ലതായിട്ട് വരും. അപ്പോൾ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. അത് സാമ്പത്തികപരമായിട്ടാവാം, കരിയർ മേഖലയെ ബേസ് ചെയ്താവാം, ബന്ധങ്ങളെ ബേസ് ചെയ്താവാം, ചില ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നൽകുന്നതാവാം. അതുപോലെ തന്നെ ലഹരിപരമാകുന്ന ചില കാര്യങ്ങളും ഓഫറായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഫംഗ്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നിങ്ങൾ അവിടെ ചീറ്റിംഗ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആകുന്നൊരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്കോ നിങ്ങളിലേക്കോ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പം അമിതമാകുന്ന, അതായത് നമ്മളിൽ നിന്ന് അമിതമായിട്ട് അകന്ന് നിന്ന, ശത്രുഭാവത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൂടുതൽ അടുപ്പത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസവും ഇനി മുന്നോട്ടേക്കും നിങ്ങളിൽ പലരും കുറച്ച് ശ്രദ്ധയോടുകൂടി നിൽക്കണമെന്നാണ് കാണുന്നത്. സ്ത്രീകളുടെ പ്രസൻസ് അമിതമായിട്ട്, ഒരു പക്ഷേ ഇന്നലെ വരെ ശത്രുഭാവത്തിൽ നിന്നവർ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിലും ഒരു ശ്രദ്ധ കൊടുക്കുക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റിങ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഒരു പുതിയ തുടക്കം, ഒരു ഗ്രോത്തൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലം, നിങ്ങളുടെ ശക്തമാകുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന. അതായത് ഒരു പക്ഷേ നിങ്ങളെ ആരെങ്കിലും ഇമോഷണലി ചീറ്റിംഗ് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്കതിനുള്ള ഫലം ലഭിക്കാമെന്ന്, അവർ കർമ്മ നേരിടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ്, ഗ്രോത്ത്, നിങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വം, അതായത് ഒരു ഹയർ സെൽഫ് എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു. നിങ്ങൾ ചേഞ്ച് ആകുന്നു, തിരിച്ചറിയുന്നു. അതേസമയം നിങ്ങളെ ചതിച്ചവർ ജസ്റ്റിസിലേക്ക് പോകുന്നു, അവർ കർമ്മ നേരിടാൻ പോകുന്നു. നിങ്ങൾ ആ ഒരു ഇമോഷണൽ നിരാശ, നിങ്ങളെവിടെയാണോ
സ്റ്റക്കായിട്ട് നിന്ന് എവിടെയാണോ മരണതുല്യമായിട്ട് നിങ്ങൾ നിന്നത് അവിടെ നിന്നും പലരും, നമ്മുടെ ഈ എനർജിയിൽ നിൽക്കുന്ന പലരും മൂവ് ഓൺ ചെയ്യപ്പെടുന്നത് നിങ്ങൾ പോലും അറിയാതെ ആയിരിക്കും. നിങ്ങൾ ആ ഒരു പെയിനിന് അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായതയോടുകൂടിയ അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കാൻ പോകുന്നത് കേട്ടോ. ഹെയറോഫെൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ് എനർജിയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങളിങ്ങനെ വല്ലാതെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു അറിവില്ലാതെ മറ്റെല്ലാവരും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ഗൈഡൻസ് തേടണം കേട്ടോ. നല്ലൊരാളുമായിട്ട്, കുറച്ച് എഡ്യൂക്കേറ്റഡായ അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് നൽകാൻ പറ്റുന്ന, ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നല്ലൊരു മാർഗനിർദ്ദേശം പറഞ്ഞു തരാൻ സാധിക്കും, നല്ലൊരു വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു മധ്യസ്ഥത വേണം. ഒരു ഒരു അഡ്വൈസ് തേടണം. നിങ്ങളുടെ പ്രശ്നത്തിന് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതെ കുറച്ച് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ച് ഒരു വ്യക്തിയിൽ നിന്നും, അതായത് ഒരു പൗരോഹിത്യ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് അറിവുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ, നിങ്ങൾക്ക് നാളെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പേടിക്കുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ആളുകൾക്ക്. തീർച്ചയായിട്ടും നിങ്ങളത് നേടിയെടുക്കുക എത്രയും പെട്ടെന്ന് കേട്ടോ. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പേടിച്ച് നിൽക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് കാണുന്നത് കേട്ടോ. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെയുള്ള ഒരു ഭയത്തിൽ നിന്നും മാറുക. കാരണം നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നുണ്ട്. ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു കിങ് എനർജിയിലേക്ക്, ഒരു സ്റ്റാർ എനർജിയിലേക്ക് മാറാനുള്ള യോഗം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വിജയപാതയിലേക്കാണ് ഇനി കാലെടുത്ത് വെക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ പേടിച്ച് നിന്ന, ഇത്രയും നാൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും ഇന്നു മുതൽ നിങ്ങൾക്ക് സാധ്യമാണെന്ന് മനസ്സിലാകും. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇന്നു മുതൽ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഭയത്തെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയിക്കോ. വിജയം സുനിശ്ചിതമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നൈട്രോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ടോക്സിക് സിറ്റുവേഷൻസ്, പാസ്റ്റിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ നിങ്ങൾക്ക് പറിച്ച് കളയാൻ പറ്റുന്നില്ല. ആ ഒരു പെയിൻ എനർജിയിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന പല ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ നിഷേധിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ട എന്ന് ചിന്തിച്ച്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ, വെറും വേദന മാത്രം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും ശക്തമായിട്ട് പുറത്ത് കടക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി അത് തന്നെയാണ് കേട്ടോ. പാസ്റ്റിൽ ചില ആഗ്രഹ സാഫല്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ കിടന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ചിലത് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് ആളുകളുടെ എനർജിയിലൊരു ജസ്റ്റിസ് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും അബദ്ധം പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഇവിടെ ഒരു ട്രാപ്പ്ഡ് എനർജിയാണല്ലോ, ഒരു ബന്ധന അവസ്ഥ വന്നിട്ടുണ്ടല്ലോ. ഡബിൾ എനർജി പ്രസൻസ്. ഒരു പക്ഷേ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പോയി ഒന്നെങ്കിൽ ചാടിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ളൊരു ഫിസിക്കൽ പരമാകുന്ന ചില കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ടാത്ത ചില കാര്യത്തിൽ ചെന്ന് ചാടി ഒരു ഇരയാക്കപ്പെട്ട പോലെ ഒരു പവർ ലോസിങ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസാണ്. ഒരു പക്ഷേ ഒരു വിഡോ എനർജിയെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡീനെ ബേസ് ചെയ്താവാം. ഒരു ചതിക്കപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു ട്രാപ്പ്ഡ് എനർജി കേട്ടോ. അവിടെ വേണ്ടത് കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയും പിന്നെ ലോങ് ഡിസ്റ്റൻസിലേക്കുള്ള ഒരു ചേഞ്ചിങ്ങുമാണ് കാണിക്കുന്നത്. തൽക്കാലം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കുക എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അല്ലാണ്ട് അതിനപ്പുറം അവിടെ ഒന്നും ചെയ്യാനില്ല. മൂൺ എനർജിയാണ്, കാർമിക്കാണ്. ഡബിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ കാർമിക് സിറ്റുവേഷൻസ് മാത്രമല്ല, ഡെസ്റ്റിനിയിൽ പെട്ടതുമാണ്. മോശം ഡെസ്റ്റിനിയിൽ പെട്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടണമെന്നും അവിടുന്ന് ചിലപ്പോൾ ഈ നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും അപവാദം വരെ കേൾക്കണമെന്നുമുള്ളൊരു യോഗം ഇവിടെ കാണുന്നുണ്ട്. ഇതുവരെ പോവാതെ എങ്ങാനും പോവാൻ തുടങ്ങുന്ന ഏതെങ്കിലും ബന്ധത്തിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്തുക, ചെന്ന് ചാടാതിരിക്കുക കേട്ടോ. വിത്തിൻ ദി
നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങളെ മാനസികപരമായിട്ട് തകർക്കുന്ന, ഒരു പക്ഷേ ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഒരു വല്ലാത്ത ഒരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ ആകുന്ന ഒരു അവസ്ഥയിൽ നിന്നും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ. നിങ്ങളതൊരു കുറച്ച് നാളും കൂടി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതൊരു കർമ്മയായിട്ടാണ് നിൽക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിസിപ്ലിനൊന്നും ഇല്ലാത്തൊരവസ്ഥ നിങ്ങളിലുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളെ വേറെ ആരെങ്കിലും ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടും നിങ്ങളെ ആരെങ്കിലും ഒരു ബൗണ്ടറി തീർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ ഒരു ശ്വാസം മുട്ടുന്നൊരവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റ് ഗോ ചെയ്യുക കേട്ടോ. അവിടുന്ന് വിട്ടുപോകുക എന്നാണ് കാണുന്നത്. എസ് എന്നൊരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുമോ, നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുമോ, നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾ മനസ്സിൽ കുറേ കാലം കൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാധ്യമാകും കേട്ടോ. അതുപോലെ തന്നെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ ഒരു പോസിറ്റീവായൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പോലെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഏഞ്ചൽസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും.